ഹായ്, എനിക്കെതിരെ കാസർഗോഡ് സൈബർ സെല്ലിൽ ഒരു പരാതി. എന്തായിരുന്നു പരാതി? ആരാണ് പരാതിക്കാരൻ? നമ്മുടെ ഹാഷിം മമ്രാണി. ഉദുമ കേസുമായി ബന്ധപ്പെട്ട് എന്നെ വെറുതെ അങ്ങോട്ട് വലിച്ചിടുന്നു സാറേ, എന്നെ നാണം കെടുത്തുന്നു സാറേ, ഇതൊക്കെയാണ് പരാതി. മിസ്റ്റർ ഹാഷിം മമ്രാണി, എനിക്ക് നിന്നോട് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഈ കേസ് തൊടാത്തൊരു വ്യക്തിയായിരുന്നു. നിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സൈക്കിൾ ഓടിച്ച് നടക്കുന്ന ഫൈസൽ മൂസ എന്ന് പറയുന്ന ആ പൊട്ടനുണ്ടല്ലോ, ആ പൊട്ടൻ എന്നെ വിളിച്ച് ഇതിലോട്ട് വലിച്ചിട്ടതിന് ശേഷം കാദർ കരിപ്പൂർ ഇതര 10 ലക്ഷം വാങ്ങിയിട്ടുണ്ടെന്ന് വ്യാജ വീഡിയോ പടച്ചു വിടണമെന്ന് പറഞ്ഞു. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ദുബായിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണമെന്നും പറഞ്ഞു. ഈ സംഭവം പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഈ 13 പ്രതികളിൽ നിന്നും പണം മേടിച്ചിട്ടുണ്ടെന്നും ആ പണം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ ഞാൻ പയ്യെ അറിയുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങളോട് ഇപ്പൊ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് കേരള പോലീസായ കാസർഗോഡ് സൈബർ സെൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച ഉദ്യോഗസ്ഥരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. സൈബർ പോലീസ് സ്റ്റേഷനാണ് കാസർഗോഡ്. പറഞ്ഞോളൂ സാർ. നിഷാൽ അഹമ്മദ് അല്ലേ? അതെ. ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ആരായിരുന്നു പരാതി? യൂട്യൂബില് ഒരാളെ തെളിവുകളില്ലാതെ ഒരു ഹാഷിമാണ്. കേട്ടില്ല. മുഹമ്മദ് ഹാഷിമാണോ? ഉദുമ എന്ന നാടിനെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തില്ലേ? അതില് ഹാഷിം എന്നാണോ പരാതി വന്നേ? അതെ. ഈ ഹാഷിം, ഈ ഫൈസൽ മൂസ എന്നൊരു വ്യക്തി ഈ കേസ് ഞാൻ മുന്നേ അവിടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. കാദർ കരിപ്പൂടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്ത സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 3 കേസ് തീർപ്പാക്കിയിട്ട് ഐഡി ഓർഡർ തരുന്നുണ്ട് നമുക്ക്. പക്ഷെ അത് എന്താണ് മെറ്റ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെറ്റന്റെ റിപ്പോർട്ട് വന്നിരുന്നു ഈ കഴിഞ്ഞ ഹിയറിംഗിലെ വന്നേ. ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഒരു ഫൈസൽ മൂസ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവരെല്ലാരും കൂടി കാറിൽ ഇരുന്നു കൊണ്ട് എന്നെ വിളിച്ചിട്ട് കാദർ കരിപ്പൂടിക്കെതിരെ 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യം എന്നെ സമീപിക്കുന്നത്. അതായത് ഈ ഉദുമ കേസിലെ എന്താണ് വാദികളെ അപകീർത്തിപ്പെടുത്താനും മറ്റുള്ള കാര്യങ്ങളും വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് ആദ്യം സമീപിച്ചത്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫൈസൽ മൂസ, അതേപോലെ മുഹമ്മദ് ഹാഷിം, അതേപോലെ ഹാഷിം പടിഞ്ഞാറ്. ഈ 3 വ്യക്തികൾ ഇവർ പ്രതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ അടുത്ത് ആദ്യം വന്നത്. ഇതിൽ പ്രതികളായ വ്യക്തികളാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവർ വന്നത്. ഇവർ പ്രതികളൊന്നല്ല. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെ ഒരു അപകീർത്തി ഒരു വീഡിയോ ഇറങ്ങി. അതായത് ഞാനും കാദർ കരിപ്പൊടി എന്ന് പറയുന്ന എന്റെ ഏറ്റവും വലിയ ശത്രുവായ വ്യക്തിയും കൂടി ചേർന്നിട്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എന്റെ പേര് പറഞ്ഞിട്ട് പല പ്രതികളെയും പേടിപ്പിക്കാനും പൈസ പിരിക്കാനും തുടങ്ങിയവര്. ഞാൻ വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ശേഷം ഞാൻ ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടുത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ നമ്പർ അന്ന് SI എന്ന് തോന്നുന്നു അന്നൊരു നമ്പർ എന്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്ന സമയത്ത്. ഈ പെറ്റീഷനിൽ നമുക്ക് ഈ പരാതിയിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വേണമല്ലോ. ഞാൻ തീർച്ചയായിട്ടും വരും. കാരണം എന്താ വെച്ചാൽ സാറേ, എന്റെ ഓർഡർ സെപ്റ്റംബർ 3 കിട്ടുക. അപ്പൊ എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഡയറക്ട്ലി വരും. ഞാൻ അവിടെ എനിക്ക് എന്തായാലും ഓർഡർ അവിടെ തരാൻ വേണ്ടി വരേണ്ട ആവശ്യമുണ്ട്. എന്തായാലും സെപ്റ്റംബർ 2 കോടതി ഓർഡർ കിട്ടുന്നത്. ഇപ്പൊ ഞാൻ തിരൂരാണുള്ളത്. എന്റെ വീട്ടിലാണ്. അപ്പൊ വൈഫ് ഉണ്ട്. അപ്പൊ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പൊ അവളെ ഇട്ടിട്ട് പോരുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം എപ്പോഴും വോമിറ്റിംഗും ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ടേ. അല്ല, അപ്പൊ ഈ 2-ാം തീയതി കോടതി ഇപ്പോഴത്തെ കോടതിയിലാണോ? അല്ലല്ല, ഹൈക്കോടതിയിലാണ്. 2-ാം തീയതി കേസ് തീർപ്പാക്കുകയാണ്. അപ്പൊ 2-ാം തീയതി ഓർഡർ കിട്ടിയാൽ 3-ാം തീയതി എന്തായാലും അത് എനിക്ക് ഓർഡർ അവിടെ സ്റ്റേഷനിൽ കൊടുക്കണം. കാസർഗോഡ് സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അത് റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കാരണം ഇപ്പൊ മെറ്റയ്ക്ക് കാരണം ഒരിക്കൽ ബ്ലോക്ക് ചെയ്ത ID കാരണം ബോധിപ്പിക്കണം. എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തതും എന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കുന്നത് എന്നുള്ള കാരണം കാണിക്കണം. അത് വെറും റിക്വസ്റ്റ് അതെ ഓർഡർ വെച്ചിട്ട് ഒന്നുകൂടി റിക്വസ്റ്റ്. അപ്പൊ എന്തായാലും ഡയറക്ട്ലി എനിക്ക് വരണം. ഞാൻ എന്തായാലും നേരിട്ട് വന്നാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും തരാം. ായിട്ടും ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാത്തൊരു വ്യക്തിയായിരുന്നു. എന്നെ ഇതിലോട്ട് വലിച്ചിട്ടത് ഫൈസൽ മൂസ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ഇതിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. ആര്യ ഫൈസൽ മൂസ. പിന്നീടാണ് മനസ്സിലായത് ഫൈസൽ മൂസന്റെ ഭാര്യയാണ് കേസ് നോക്കുന്നതെന്നും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പണം മേടിച്ചിട്ടുണ്ടെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു തട്ടിപ്പും ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നുണ്ട്. അതാണ് എൻ്റെ വിജയം. നിങ്ങൾ പറയാലോ, ഇതേപോലത്തെ ഒരു പരാതിയുമായി കാസർഗോഡ് സൈബർ സെൽ പോലീസ് സ്റ്റേഷനിൽ കാദർ കരിപ്പൊടി എന്നിട്ടുണ്ടായിരുന്നു ഒരു 4 മാസങ്ങൾക്ക് മുന്നേ. അയ്യോ സാറേ, എനിക്കെതിരെ വ്യാജ വീഡിയോകൾ പടച്ചുവിടുന്നു. ഞാൻ എൻ്റെ കാസർഗോഡ് ജില്ലയിൽ ഒരു ഔലിയായിട്ട് ജീവിക്കുന്ന ഒരു മഹാനവറുകളാണ്. എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നു സാറേ. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാണം കെടുത്തുന്നു സാറേ. എന്തായി? ഇപ്പം സമൂഹത്തിൽ കാണുന്നില്ല, ഒളിവിലാണ്. 1-2 മാസത്തോളമായിട്ട് ഒളിവിലാണ്. എന്നാലോചിച്ച് നോക്കി, ഈ മഹാനവറുകൾക്കെതിരേക്ക് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓഹോ, നിങ്ങളെ ബാക്കിയുള്ള കേരളത്തിലുള്ള സാധാരണക്കാരെ ജനങ്ങൾക്കെതിരെ നുണകൾ പടച്ചു വിടുമ്പോൾ, കാസർഗോഡ് ജില്ലക്കാരെ പടച്ചു വിടുമ്പോൾ അങ്ങനെ ഉണ്ടോ? ഇല്ല. അനക്കുള്ളത് തന്നെയാണ് എനിക്കുള്ളത്. നീ പറയുന്ന പോലെ തന്നെയാണ് ഞാനും പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ളതാണ്.
മിസ്റ്റർ ഹാഷിം മെമ്പ്രാണി, ഞാൻ നിനക്കെതിരെ വരാനുണ്ടായ കാരണം നീ ഫൈസൽ മൂസയോട് ചോദിക്കണം. എന്തിനാണ് ആ ചെക്കൻ ഇതിൽ വലിച്ചിട്ട്? ഞാൻ തിരൂരല്ലേ, തിരൂരും കാസർഗോഡ് നിന്ന് 190 കിലോമീറ്ററിന് വ്യത്യാസമല്ലേ, 200 കിലോമീറ്റർ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അത്രയും വീരടെ ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം നിങ്ങളെ ഫൈസൽ മൂസയാണ്. അവനെ വിളിച്ച് 2 തുപ്പലം തേച്ച് 2 മേട്ടോ മേടിയും മറുകണ്ണം മാറ്റിയിട്ട് ഇതുപോലത്തെ വള്ളികൾ എടുത്ത് തലയിൽ വെക്കരുതെന്ന് പറയണം. പിന്നെ കേസ് കൊടുത്ത് എന്നെ ചാനൽ പൂട്ടിക്കാൻ ഞാൻ ഹൈക്കോടതിയിൽ പോയി ചാനൽ വാങ്ങിയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഞാനുള്ള പറയാം, ഇപ്പോൾ കാസർഗോഡ് കാതർക്കരിപ്പൊടി ഓടുന്ന ഓട്ടം കണ്ടല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും. സത്യം സത്യത്തിൻ്റെ വഴിക്കാണെങ്കിലും ഞാനും സത്യത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏത് കളിയാണ് കളിക്കുന്നത് അതുപോലത്തെ നെറികെട്ട നാറിയ കളി ഞാനും കളിക്കും. മനസ്സിലായല്ലോ? എനിക്ക് വേണ്ടത് എന്താ, നിങ്ങൾ എന്നെ ഇതിലോട്ട് വലിച്ചിട്ട് കള്ളം പ്രചരിപ്പിക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താണ്, എത്രയാണ്, നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്, ഇത് ബോധിപ്പിച്ചാൽ മതി. ഈ കേസിൽ 13 പ്രതികളും എങ്ങനെ ഉൾപ്പെട്ടു എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ ബോധിപ്പിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഈ നിസാര 3 ചോദ്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലെങ്കിലോ? പിന്നെ ഇനി കേസ് കൊടുക്കാനുള്ള പ്രധാന കാരണം, ഞാൻ നിനക്കെതിരെ വന്ന ഒരു പെണ്ണ് കേസ് ഞാൻ പൊട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ യൂത്ത് ലീഗിൻ്റെ 2ാമത്തെ ഇലക്ഷൻ വരാൻ പോകണം. അപ്പോൾ അതിലൊക്കെ സബ് കമ്മിറ്റിയിലൊക്കെ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇത് വന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ വഷള. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. മനസ്സിലായി? കാതർക്കരിപ്പൊടിയോട് മാപ്പ് പറഞ്ഞിട്ടില്ല, പിന്നെയാണോ ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടത്തിനെ പേടിക്കുന്നത്? എനിക്ക് എന്നോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, വെറും ഒരു രാഷ്ട്രീയക്കാരൻ്റെ വില കളയരുത്. ഓക്കെ, വില കളയരുത്. എന്താണ് ആ കമ്പത്തിലെ കഴമ്പില്ലെങ്കിൽ അത് കഴമ്പില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വിടണം. കഴമ്പുള്ളത് കൊണ്ടാണ് നീയും ഫൈസൽ മൂസയും അടക്കം ഭയപ്പെടുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, ടാറ്റാ.